കരുനാഗപ്പള്ളിയിലെ BJP സ്ഥാനാർത്ഥിയാണ് 24-നൊപ്പമുള്ളത്. സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി. എന്താണ് കരുനാഗപ്പള്ളിയിലെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ, BJPയുടെ പ്രതീക്ഷ? 100% വിജയപ്രതീക്ഷയിലാണ് കരുനാഗപ്പള്ളി BJP പോകുന്നത്. വികസിത കരുനാഗപ്പള്ളി യാഥാർത്ഥ്യമാക്കാൻ BJPക്ക് NDAക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് NDAയുടെ MLA ഉണ്ടാകും. മെയ് മാസം 4-ാം തീയതിയിലെ റിസൾട്ട് ഞങ്ങൾക്കുള്ളതാണ്. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്, 100% ആത്മവിശ്വാസത്തിലാണ്. കാരണം കരുനാഗപ്പള്ളിയിൽ ഇന്ന് ജനങ്ങൾ വികസനം ചർച്ച ചെയ്തു തുടങ്ങി. കരുനാഗപ്പള്ളിക്ക് വികസനം ആവശ്യമാണെന്ന് ഒന്നടങ്കം ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വികസനം കൊണ്ടുവരാൻ സാധിക്കുന്നത് BJPക്ക് മാത്രമാണ്. കാരണം കരുനാഗപ്പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വികസനം നാഷണൽ ഹൈവേയുടെ വികസനം മാത്രമാണ്. ഒരു പ്രഖ്യാപനങ്ങളൊന്നും നടന്നിട്ടില്ല. പ്രവൃത്തിയിലൂടെ വികസിത കരുനാഗപ്പള്ളി യാഥാർത്ഥ്യമാക്കാൻ BJPക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറെടുക്കുന്നു. കരുനാഗപ്പള്ളിയിലും വികസനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രചാരണ വിഷയം. അതെ, വികസനമാണ്. കാരണം കരുനാഗപ്പള്ളിയിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ, ഓച്ചിറ റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇതിന് വേണ്ടുന്ന പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ MPക്കോ MLAക്കോ സാധിച്ചിട്ടില്ല. കരുനാഗപ്പള്ളിയുടെ തീരദേശ മേഖല ഇന്നും ജനങ്ങൾ ഭീതിയോടെ പേടിയോടാണ് ജീവിക്കുന്നത്. കരുനാഗപ്പള്ളിയുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഓച്ചിറയിൽ കൽപ്പാത്തി മാതൃകയിൽ വികസിപ്പിക്കുന്നതാണ് മുൻ നിയമസഭാ സാമാജികൻ പറഞ്ഞത്. ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസനം പോലും പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത നിയമസഭാ സാമാജികരാണ് മുമ്പുണ്ടായിരുന്നത്. ഇതിന് മാറ്റം വേണമെന്ന് കരുനാഗപ്പള്ളിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. വികസിത കരുനാഗപ്പള്ളിക്ക് വേണ്ടിയിട്ട്, സുരക്ഷിത കരുനാഗപ്പള്ളിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. കാരണം കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് ധാരാളം സുരക്ഷിത പ്രശ്നങ്ങളുണ്ട്. കരുനാഗപ്പള്ളിയിൽ കൊലപാതകങ്ങൾ നിത്യസംഭവങ്ങളായി മാറുന്നു. ഇതിനൊക്കെ മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മോദി സർക്കാരിൻ്റെ പിന്തുണയുള്ള ഒരു ജനപ്രതിനിധി ഇവിടുന്ന് ജയിച്ചു വരണം. അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറെടുക്കുന്നു. കരുനാഗപ്പള്ളി കോൺഗ്രസിന് വലിയ അടിത്തറയുള്ള മണ്ണാണ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അതിന് ഇത്തവണ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് BJPയുടെ സംഘടനാ സംവിധാനത്തിൽ. ഇന്ന് കരുനാഗപ്പള്ളി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടിത്തറയുള്ള സംഘടനാ സംവിധാനം ഇന്ന് BJPയുടെയാണ്. 214 ബൂത്തുകളിലും സംഘടനാ സംവിധാനമുള്ള പാർട്ടിയായി BJP മാറി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉണ്ടാക്കിയ മുന്നേറ്റം വളരെ വലുതാണ്. 49,000-നടുത്ത് വോട്ട് പിടിച്ച പാർട്ടിയായിട്ട് BJP മാറി. ആ വോട്ടിംഗ് പാറ്റേൺ തന്നെ ഞങ്ങൾക്ക് തദ്ദേശ ഇലക്ഷനിൽ നിലനിർത്താൻ സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഒരു 15,000-16,000 വോട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അപ്പം 49,000-ന്റെ കൂടെ ഒരു 6,000-7,000 വോട്ട് കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ BJPയുടെ MLA ഉണ്ടാവും. ഈ നാടിനെ വികസിത കരുനാഗപ്പള്ളിയാക്കി ഞങ്ങൾ മാറ്റും. കരുനാഗപ്പള്ളിയിൽ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അല്ല, 3 സ്ഥാനാർത്ഥികളും തമ്മിൽ ശക്തമായ ത്രികോണ മത്സരമുള്ള സ്ഥലമാണ്. അത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടുന്നത്. ഏതൊക്കെ തമ്മിലാണ് മത്സരം എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വികസനം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വികസിത കരുനാഗപ്പള്ളിയാണ് ഞങ്ങളുടെ ചർച്ചാ വിഷയം. അത് ജനങ്ങൾ ഏറ്റെടുത്തു. അത് വോട്ടായി മാറും എന്നുള്ള 100% ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. വികസിത കരുനാഗപ്പള്ളി സാധ്യമാക്കാൻ BJPക്ക് സാധിക്കൂ. മെയ് മാസം 4-ാം തീയതിയുടെ പുലരി റിസൾട്ടിൻ്റെ അന്നത്തെ ദിവസത്തെ പുലരി BJPക്കുള്ളതാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് NDA MLA ഉണ്ടാകും. ഞായറാഴ്ചയാണ്. പള്ളികളിൽ നിന്ന് തന്നെ രാവിലെ പ്രചാരണം ആരംഭിച്ചു. അതെ. രാവിലെ എല്ലാ ക്രിസ്ത്യൻ ദേവാലയങ്ങളും സന്ദർശിച്ചു. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. കാരണം നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ജോലി തേടി UK-യിലും അവിടെ ഇവിടെയൊക്കെ പോകേണ്ട സാഹചര്യമാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഇവർക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല? അത്തരത്തിലൊരു മുദ്രാവാക്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം. അത് സാധ്യമാക്കാൻ BJP കൊണ്ടേ സാധിക്കൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ജനങ്ങൾ തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. വികസിത കരുനാഗപ്പള്ളിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്. ആശംസകൾ. താങ്ക് യു. വലിയ ആത്മവിശ്വാസമാണ്. കരുനാഗപ്പള്ളിയിലെ പെട്ടി പൊട്ടിക്കുമ്പോൾ BJPയിൽ നിന്ന് ഒരു MLA ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി ജിതിൻ ദേവ് പങ്കുവെക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.